Hi students, welcome to our class. This video is for students those who are waiting for your first year state board physics exam. First question is, write the percentage error if the percentage error in A and B are 3% and 4%. ഏത് ക്വാണ്ടിറ്റിയുടെ ആണോ പെർസെൻറ്റേജ് എറർ കാണേണ്ടത് ആ ക്വാണ്ടിറ്റിയെ Z ഈക്വൽ ടു എന്ന് എഴുതാം. അപ്പോൾ Z ഈക്വൽ ടു AB. That's the first one. Okay. Then percentage error in Z is written as delta Z divided by Z into 100. Percentage error in Z is delta Z by Z into 100 equal to percentage error in A is written as delta A by A into 100 plus percentage error in B is delta B by B into 100. ഇവിടെ A into B ആണെങ്കിലും പെർസെൻറ്റേജ് എറർ കാണാൻ നേരത്തെ നമ്മൾ ആഡപ്പേ ചെയ്യുള്ളൂ. എല്ലാ എറേഴ്സും ആഡപ്പാണ് ചെയ്യുക. ഓക്കെ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വന്നാലും ഡിവിഷൻ വന്നാലും സബ്സ്ട്രാക്ഷനോ അഡീഷനോ ഏത് വന്നാലും എറേഴ്സ് എപ്പോഴും ആഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് എക്കും ബിക്കും ഇടയ്ക്ക് പ്ലസ് സൈൻ ആണ്. ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 ആണ് നമ്മൾ എടുക്കുക. Percentage error in A, that is delta A by A into 100, that is the percentage error in A. അത് തന്നിട്ടുണ്ട് 3%. Percentage error in B, അത് തന്നിട്ടുണ്ട് 4%. 3% plus 4%, that's equal to 7%. Okay, then second one is AB square. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് Z equal to AB square എന്ന് എഴുതുക എന്നുള്ളതാണ്. Z is equal to AB square. Percentage error in Z, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എഴുതിയ പോലെ തന്നെ percentage error in Z delta Z divided by Z into 100 equal to percentage error in A delta A by A into 100 plus errors എപ്പോഴും ആഡ് ചെയ്യുള്ളൂ, അതുകൊണ്ട് പ്ലസ്. ഇനി വന്നിരിക്കുന്നത് ബി സ്ക്വയർ ആണ്, പവർ ആണ് വന്നിരിക്കുന്നത്. പവർ വന്നാൽ പവർ ആദ്യം എഴുതുക, അതിനുശേഷം ആ ക്വാണ്ടിറ്റിയുടെ പെർസെൻറ്റേജ് എറർ അങ്ങ് എഴുതുക. അപ്പോൾ ബി സ്ക്വയർ പവർ 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100. ഓക്കെ, ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 3% തന്നിട്ടുണ്ട് പ്ലസ് 2 ഇൻറ്റു delta b by b into 100 4% തന്നിട്ടുണ്ട്. 4%, that is equal to 3% plus 8% equal to 11%. Third one. അപ്പോൾ നമ്മൾ എന്താ ആദ്യമേ ചെയ്യേണ്ടത്? a square by b square equal to z. Z is equal to a square divided by b square. Percentage error in Z. അപ്പോൾ നമുക്ക് എഴുതാൻ അറിയാം percentage error in Z, that is delta Z by Z into 100 equal to a square. പവർ ആണ്, പവർ വന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പവർ എഴുതുക ഇൻറ്റു percentage error of that quantity. അപ്പോൾ 2 into
percentage error of A, that is delta A by A into 100 plus errors add ചെയ്യുള്ളൂ അതുകൊണ്ട് plus B square അവിടെ പവർ ആണ് പവർ ഫസ്റ്റ് എഴുതുക 2 into delta B by B into 100 that is equal to 2 into delta A by A into 100 is 3% plus 2 into delta B by B into 100 is 4%. That's equal to 6% plus 8% equal to 14%. Fourth one, Z is equal to A root B. Root ആണ് വന്നിരിക്കുന്നത് square root B, that is A into B raised to 1 by 2. Square root of B is equal to B raised to 1 by 2. Then percentage error in Z is delta Z by Z into 100 equal to percentage error in A, delta A by A into 100 plus B, power is given here 1 by 2, therefore power ആദ്യം എഴുതണം half into delta B by B into 100. That's equal to 3% plus half of 4%. 2 cancel to 4, 2. Therefore 3% plus 2% equal to 5%. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൂടെ വന്നാൽ, ഇപ്പൊ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, ഇപ്പൊ 4 എന്നാണ് കോൺസ്റ്റന്റ് വന്നിരിക്കുന്നതെങ്കിൽ ആ 4 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ്സിനൊന്നും എറേഴ്സ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ചെയ്യണ്ട. 4 എന്ന് പറയുന്നത് അവിടെ ഉണ്ടെന്നുള്ളത് കൺസിഡർ ചെയ്യാണ്ട് A റൂട്ട് ബി മാത്രം ചെയ്താൽ മതി. കോൺസ്റ്റന്റ് വന്നാൽ 4, ഇപ്പൊ 4 വന്നാൽ അല്ലെങ്കിൽ പൈ വരിക അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ കോൺസ്റ്റന്റിന് എറർ ഇല്ല, അതുകൊണ്ട് നമ്മളത് അവിടെ ഇല്ല എന്ന് വിചാരിച്ച് തന്നെ ബാക്കി വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ മാത്രം എറേഴ്സ് എടുത്താൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, write the number of significant figures in the following. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ നമ്പർ എത്ര? ഓക്കെ, ഫസ്റ്റ് വൺ 10024. ഇവിടെ സീറോസ് വന്നിരിക്കുന്നത് രണ്ട് നമ്പേഴ്സിന് ഇടയിലാണ്, രണ്ട് റിയൽ നമ്പേഴ്സിന് ഇടയിലാണ്. റിയൽ നമ്പേഴ്സ് 1 2 3 4 എക്സെട്ര. രണ്ട് റിയൽ നമ്പേഴ്സിന് ഇടയിൽ സീറോസ് വന്നാൽ ആ സീറോസ് സിഗ്നിഫിക്കന്റ് നമ്പർ ആണ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. അപ്പൊ ഇവിടെ എത്രയുണ്ട്? 1 സിഗ്നിഫിക്കന്റ് ആണ്, 0 സിഗ്നിഫിക്കന്റ്, അടുത്ത 0 സിഗ്നിഫിക്കന്റ്, 2 സിഗ്നിഫിക്കന്റ്, 4 സിഗ്നിഫിക്കന്റ് ആണ്. Therefore total number of significant figures is 5. Okay, സീറോസ് വരുന്നത് രണ്ട് റിയൽ നമ്പേഴ്സിന് ഇടയിലാണെങ്കിൽ ആ സീറോസ് എപ്പോഴും എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. സെക്കൻഡ് വൺ
0.0024. ഒരു നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെസിമൽ പോയിന്റിലാണ്. സീറോസ് വന്നിരിക്കുന്നത് റിയൽ നമ്പേഴ്സിന് ഫ്രണ്ടിലുമാണ്. ഒരു നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെസിമൽ പോയിന്റിലും സീറോസ് വരുന്നത് റിയൽ നമ്പേഴ്സിന് മുമ്പുമാണെങ്കിൽ ആ സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല. ഒന്നുകൂടെ പറയാം, ഒരു നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെസിമൽ പോയിന്റിലാണ്. ഇവിടെ 0.0024 ഡെസിമൽ പോയിന്റിലാണ് ആ നമ്പർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സീറോസ് വരുന്നത് റിയൽ നമ്പേഴ്സിന് മുമ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ ഇവിടെ 2ഉം 4ഉം മാത്രമേ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളൂ. Therefore, total number of significant figures 2. Okay. Third question. 0.240. That is 0.24. ഇവിടെ നമ്പർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡെസിമൽ പോയിന്റിലാണ്. ഇവിടെ 0 വന്നിരിക്കുന്നത് റിയൽ നമ്പറിന് ശേഷവുമാണ്. അങ്ങനെ ഒരു നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെസിമൽ പോയിന്റിലും സീറോസ് വരുന്നത് റിയൽ നമ്പറിന് ശേഷവുമാണെങ്കിൽ ആ 0 സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോ ഇവിടെ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ 240. നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ് 3. ഈ 0 വരുന്നത് ഫ്രണ്ടിലാണെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് അല്ല. ലാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് സിഗ്നിഫിക്കന്റ് ആണ്. ഡെസിമൽ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു നിബന്ധനയും കൂടെ ഉണ്ട്. 0.000240 ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളതാണ്. ഇത് ഡെസിമൽ പോയിന്റിലാണ് നമ്പർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സീറോസും റിയൽ നമ്പറിന് ഫ്രണ്ടിൽ വന്നിരിക്കുന്നതുകൊണ്ട് അത് രണ്ടും സിഗ്നിഫിക്കന്റ് അല്ല. ഡെസിമൽ പോയിന്റിനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 0 വന്നിരിക്കുന്നത് റിയൽ നമ്പറിന് ശേഷമാണ്. അതുകൊണ്ട് ഇത് സിഗ്നിഫിക്കന്റ് ആണ്. Therefore, total number of significant figure is 3. 2, 4, 0. മൂന്നും സിഗ്നിഫിക്കന്റ് ആണ്. അതുകൊണ്ട് total number of significant figures is 3. Next one, 240. First oneല് സീറോസ് വന്നിരുന്നത് റിയൽ നമ്പേഴ്സിന് ഇടയിലാണ്. അതുകൊണ്ട് ആ സീറോസ് സിഗ്നിഫിക്കന്റ് ആയിരുന്നു. ഇവിടെ 240 ഇവിടെ ഡെസിമൽ പോയിന്റ് ഒന്നുമില്ല. ഡെസിമൽ പോയിന്റ് ഇല്ലാതെ വരുന്ന സംഖ്യയില് 0 വരുന്നത് ഇൻ ബിറ്റ്വീൻ 2 റിയൽ നമ്പേഴ്സ് ആയിരുന്നു എങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ആണ്. പക്ഷെ ഇവിടെ ഇൻ ബിറ്റ്വീൻ അല്ലാത്തത് കൊണ്ട് അത് സിഗ്നിഫിക്കന്റ് അല്ല. Therefore, total number of significant figure for 0 not significant. Therefore, significant number is 2. Third question is, write the dimension of the following quantities. First one, momentum. ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോൾ ഡയമെൻഷൻ അനാലിസിസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ 3 ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കി വെക്കുക. ആ 3 ക്വാണ്ടിറ്റീസ് വെലോസിറ്റി, ആക്സിലറേഷൻ ആൻഡ് ഫോഴ്സ്. ഈ 3 ക്വാണ്ടിറ്റീസും അറിഞ്ഞിരുന്ന നമുക്ക് ഏത് ക്വാണ്ടിറ്റി ചോദിച്ചാലും അതിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയമെൻഷൻ എഴുതാനായി പറ്റും. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1, ആക്സിലറേഷൻ LT⁻², ഫോഴ്സ് MLT⁻². ഈ 3 ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഈ 3ന്റെയും ഡയമെൻഷൻസ് അറിഞ്ഞാൽ ഏത് ക്വാണ്ടിറ്റി ചോദിച്ചാലും അതിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഡയമെൻഷൻ എഴുതാനായി പറ്റും.
First one, momentum. Equation നമുക്ക് അറിയാം മൊമെന്റത്തിൻ്റെത് mass into velocity. Momentum equal to mass into velocity. Dimension of mass is capital M, first letter of mass, capital M, into velocity, Lt raised to minus 1. M L T raised to minus 1. Second one is impulse. Equal to force into time. Dimension of force is known, M L T raised to minus 2. Dimension of time is also known, T. Then M L T raised to minus 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, minus 2 plus 1, minus 1. M L T raised to minus 1. Third one, surface tension. Surface tension is represented by the letter T. T is equal to force divided by length. Surface tension is force acting per unit length. Dimension of force is known, M L T raised to minus 2. Divided by length L. L cancel, M T raised to minus 2. Okay. Fourth one is energy. നമുക്കറിയാം എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. വർക്ക് തന്നെയാണ് എനർജി. വാട്ട്സ് ദ ഇക്വേഷൻ ഫോർ വർക്ക്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. Dimension of force is known, M L T raised to minus 2. Displacement, any distance which is measured, displacement, dimension of displacement is L. M L square T raised to minus 2. That's all about today's portion. I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.